കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ഭൂട്ടാനിലെ പൊതുതിരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. സാമ്പത്തിക വളർച്ചയേക്കാൾ ദേശീയ സന്തോഷ സൂചികയ്ക്ക് മുൻഗണന നൽകുന്നതാണ് നിലവിലെ ഭൂട്ടാനിന്റെ നയം. ഈ സമീപനം തുടരുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഭൂട്ടാൻ സെൻട്രൽ പാർട്ടിയും പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയും ജനങ്ങളുടെ സന്തോഷവും ക്ഷേമവും അടിസ്ഥാനമാക്കിയുള്ള സന്തോഷ സൂചിക പിന്തുടരുന്നതിൽ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ബംഗ്ലാദേശ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അഭിനന്ദിച്ച് ഇന്ത്യൻ പ്രതിനിധി സംഘം. തിരഞ്ഞെടുപ്പ് സുഗമമാക്കിയ കമ്മീഷന്റെ ആസൂത്രണവും ക്രമീകരണങ്ങളും പ്രതിനിധി സംഘം പരാമർശിച്ചു. 12ാം ബംഗ്ലാദേശ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ നിരീക്ഷകരായി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നുള്ള 3 അംഗ പ്രതിനിധി സംഘത്തെയാണ് ബംഗ്ലാദേശ് ക്ഷണിച്ചിരുന്നത്. മുതിർന്ന ഡെപ്യൂട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ധർമ്മേന്ദ്ര ശർമ്മ, ഡയറക്ടർ ജനറൽ ബി നാരായണൻ, പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഉമർ എന്നിവരടങ്ങിയതായിരുന്നു നിരീക്ഷണ സംഘം. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് അമേരിക്കയിലെ ഹൂസ്റ്റണിൽ ഇന്ത്യൻ സമൂഹം കാർ റാലി നടത്തി. രാമക്ഷേത്രത്തിന്റെ ചിത്രമുള്ള കാവി ബാനറുകളും ഇന്ത്യൻ അമേരിക്കൻ പതാകകളും ഏന്തിയായിരുന്നു 500-ലധികം ആളുകൾ റാലിയിൽ പങ്കെടുത്തത്. യുഎസിലുടനീളമുള്ള പ്രാദേശിക ക്ഷേത്രങ്ങളും പ്രവാസി സംഘടനകളും അയോധ്യയിലെ രാമക്ഷേത്രം ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഗാസയിൽ ഹമാസിന്റെ ബുറൈജ് ബറ്റാലിയൻ ആസ്ഥാനം പിടിച്ചെടുത്ത് ഇസ്രായേൽ സൈന്യം. സെൻട്രൽ ഗാസയിലെ ബുറൈജിലെ ജനസാന്ദ്രതയേറിയ പ്രദേശത്താണ് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത്. പ്രദേശത്ത് ഭൂഗർഭ ആയുധ നിർമ്മാണ കേന്ദ്രം ഉൾപ്പെടുന്നതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു. യുദ്ധം തുടങ്ങിയ ശേഷം കണ്ടെത്തിയ ഏറ്റവും വലിയ ആയുധ നിർമ്മാണ കേന്ദ്രമാണിത്.